ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അരുണിന്റെ പ്രവർത്തനം പലപ്പോഴും മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന രീതിയിലായിരുന്നു. അരുണിന്റെ പേരിൽ മാലമോഷണം ഉണ്ട്, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം, ഒരു 22 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ ചില കേസ് നമ്പറുകളും കൂടി പറയാം. 1015/2013, 1025/2019, 1658/2021, 816/2023 എന്നീ നമ്പറിലുള്ള കുറച്ച് കേസുകളുണ്ട്. അത് കൂടാതെ അത് ഇവിടുത്തെ കടക്കാവൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്. അത് കൂടാതെ തന്നെ അഞ്ചുതെങ്ങ് പോലീസ് സ്റ്റേഷനുമായിട്ടും ബന്ധപ്പെട്ട കേസുണ്ട്. പിന്നെ ഒട്ടനവധി ഈ മദ്യപിച്ച് വണ്ടി ഓട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കേസുകളുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതയും കൂടെ ഇതിൽ പറയാതിരിക്കാൻ വയ്യാത്തോണ്ട് പറയുന്നതാണ്. ഇതില് 1025/2019 എന്ന കേസിലെ അരുണിന്റെ കൂട്ടുപ്രതിയായ കുണ്ടപ്പൻ എന്നറിയപ്പെടുന്ന നവാസ്, അദ്ദേഹം ഒരു അന്തർ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച കള്ളനോട്ട് സംഘത്തിന്റെ കണ്ണിയാണെന്നും തുടർന്ന് മഹാരാഷ്ട്ര പോലീസ് നവാസിനെ അന്വേഷിച്ച് നാട്ടിൽ വന്നിരുന്നു എന്നുള്ള വിവരമുണ്ട്. അപ്പൊ ഈ അരുൺ അദ്ദേഹവുമായിട്ട് കൂട്ടുപ്രതിയായിട്ടുള്ള കേസാണ് 1025/2019. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ശരിക്ക് പോലീസ് ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. ഈ മരണവുമായിട്ടും അദ്ദേഹത്തിന് ഈ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുമായിട്ടും എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അന്വേഷണം വളരെ ഒച്ചഴയുന്ന രീതിയിലാണ് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നത് ഈ കാര്യം കൊണ്ടാണ്. എന്തുകൊണ്ട് ഈ ഡയറി അതിനെപ്പറ്റി കാര്യങ്ങൾ പറയുന്നില്ല? രണ്ട്, ഈ ആത്മഹത്യ ചെയ്ത അരുണിന്റെ വേറൊരു ആത്മഹത്യക്കുറിപ്പ് കൂടിയുണ്ട്. അത് എന്തുകൊണ്ട് പുറംലോകങ്ങളിൽ കൊടുക്കുന്നില്ല? പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഒന്നും തന്നെ ഇത് പറയുന്നില്ല. അപ്പൊ അതിലൊക്കെ ഇതൊരു കണക്റ്റഡ് ആയിട്ടൊരു ദുരൂഹത ഞങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. അപ്പൊ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് വിടണമെന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. അത് അടുത്ത ദിവസം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾക്ക് അവിടെ പ്രതിഷേധ പരിപാടി വിശദീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ വിശദീകരണം പക്കത്ത് ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം ഈ അന്വേഷണം തൃപ്തികരമല്ല, ഇത് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്തായാലും ഇതില് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇദ്ദേഹത്തിന്റെ മരണവുമായി യാതൊരു ബന്ധവുമില്ല. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ്സുകാർ കളിക്കുന്ന ഈ പൊറോട്ട നാടകം എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള ഒരു കടുംപിടുത്തമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് BJPയുടെ വില പോകില്ലെന്നാണ് മണ്ഡലം പ്രസിഡന്റിലൊക്കെ എനിക്ക് പറയാനുള്ളത്. കാരണം ശക്തമായിട്ട് BJPനെ നേരിടും. കാരണം നമ്മുടെ ഒരു പ്രവർത്തകനെ, അതായത് നമ്മുടെ വക്കം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ അതിൽ പരാമർശിക്കുന്ന ഉണ്ണിക്കണ്ണൻ. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ വലിയ എന്തൊക്കെയോ ആണെന്നുള്ള ഭാവത്തിൽ കോൺഗ്രസ്സുകാർ അവിടെ എന്തൊക്കെയോ ബോഡി അവിടെ കൊണ്ടുവച്ചു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ അറിയാൻ കഴിയും. പക്ഷേ ഇത് കോൺഗ്രസ്സുകാർ കാണിക്കുന്ന വളരെ, കോൺഗ്രസും അവിടെ CPM-ഉം ഏകദേശം ടൈഅപ്പായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് വക്കം പഞ്ചായത്താണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത് ആ ആത്മഹത്യക്കുറിപ്പ് 2 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ CAയുടെ സംസാരിച്ചപ്പോൾ 2 സൂയിസൈഡ് ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഒന്ന് എന്താണെന്ന് ഇതുമായിട്ടും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒരെണ്ണമാണ് അദ്ദേഹം രാത്രി 2 മണിക്ക് അങ്ങനെ ആരോ വാട്സപ്പിൽ സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞത്. 2-3 വാട്സപ്പിൽ സെൻഡ് ചെയ്തു. അതാണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താണ് രണ്ടാമത്തേതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, PCCയുമായി ബന്ധപ്പെട്ട കാര്യം. അത് ബഹുമാനപ്പെട്ട നമ്മുടെ കടക്കാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ സാറിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം PCCക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പാസ്പോർട്ട് പുതുക്കി കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനുള്ള സമയമായിട്ടില്ല. അങ്ങനെയൊക്കെ പോലീസ് സ്റ്റേഷൻ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ എന്തുകൊണ്ട് ഈ മരണം സംഭവിച്ചു? രണ്ടാമത്തതും ദുരൂഹതയാണ്. അമ്മയും മകനുമാണ് അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അത് ആത്മഹത്യയാണോ, ഇനി അമ്മയുടെ എന്താണെന്ന് അതെ ഇതേ ചോദ്യം തന്നെയാണ്. പ്രായപൂർത്തിയായ ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ട് ആൺമക്കളെ കൂടി എന്തിനാണ് അവർ കൂട്ടിയത് ആത്മഹത്യ ചെയ്യുന്നത്? പഴയ ആ മരണത്തിൽ 4 പേര് തീർച്ചയായും
തീർച്ചയായിട്ടും ഒരു ദുരൂഹതയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.